T20 ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് കോടികളുടെ സമ്മാന തുക പ്രഖ്യാപിച്ച് BCCI 131 കോടി രൂപയാണ് സമ്മാനമായി നൽകുന്നത്. 2024-ൽ കിരീടം നേടിയ ടീമിന് നൽകിയ സമ്മാന തുകയേക്കാൾ 6 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ. അടിപൊളി കോളടിച്ചു. ലോക കിരീടത്തിന് കോടിക്കിലുക്കം. ടീം ഇന്ത്യയ്ക്ക് വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ് BCCI. രോഹിത്തിനും സംഘത്തിനും നൽകിയതിനേക്കാൾ അധികം സൂര്യയ്ക്കും സംഘത്തിനും ഇപ്പോൾ കിട്ടും. ഇത് റെക്കോർഡ് തുക തന്നെ. അതെ, T20 ലോകകപ്പ് കിരീടം നേടിയതിന് പിന്നാലെ ഇന്ത്യൻ ടീമിന് 131 കോടി രൂപ സമ്മാനത്തുക പ്രഖ്യാപിച്ചിരിക്കുകയാണ് BCCI. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി T20 ലോകകപ്പ് നിലനിർത്തുന്ന ആദ്യ ടീമായി ഇന്ത്യൻ ടീം മാറിയെന്നും BCCI അറിയിച്ചു. ചരിത്ര നേട്ടത്തിന് കളിക്കാരെയും സപ്പോർട്ട് സ്റ്റാഫുകളെയും സെലക്ടർമാരെയും ബോർഡ് ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു. കൂടാതെ ഭാവിയിൽ ഇത്തരം തുടർച്ചയായ വിജയങ്ങൾ നേടാനും BCCI അവർക്ക് ആശംസകളും അറിയിച്ചു. ഇത്തവണ ഗൗതം ഗംഭീറിന്റെ പരിശീലനത്തിന് കീഴിൽ യുവനിരയായിട്ടാണ് ടീം ഇന്ത്യ എത്തിയത്. മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരുന്നു ടൂർണമെന്റിലെ താരം. സഞ്ജു സാംസൺ 321 റൺസാണ് നേടിയത്. ഇഷാൻ കിഷൻ 317 റൺസും ജസ്പ്രീത് ബുംറ 14 വിക്കറ്റും അസ്കർ പട്ടേൽ 11 വിക്കറ്റും ഹാർദിക് പാണ്ഡ്യ 217 റൺസും 9 വിക്കറ്റും നേടി. ശിവം ദുബൈ 235 റണ്ണും 5 വിക്കറ്റും നേടി. ഇവരാണ് ഈ ലോകകപ്പിൽ ഇന്ത്യയുടെ കിരീട നേട്ടത്തിന് ചുക്കാൻ പിടിച്ചതെന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കണ്ണുമടച്ചു പറയാം. ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് സമ്മാനത്തുകയായി 27.48 കോടി രൂപയാണ് ലഭിക്കുക. റണ്ണറപ്പിന് 14.65 കോടിയും സെമിയിൽ പുറത്തായവർക്ക് 7.24 കോടിയുമുണ്ട്. സൂപ്പർ 8-ലെത്തിയവർക്ക് 3.48 കോടിയും ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായവർക്ക് 2.29 കോടിയുമാണ് ലഭിക്കുന്നത്. ഇത്തവണ ആകെ സമ്മാനത്തുക 120 കോടിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടുതലാണ്. എന്നാൽ ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്ന 131 കോടി രൂപ ടീമിലെ താരങ്ങൾക്കും പരിശീലകർക്കും സപ്പോർട്ട് സ്റ്റാഫിനും വീതിച്ചു നൽകുമെന്നും BCCI അറിയിച്ചു. വ്യക്തിഗത മികവിനേക്കാൾ ഉപരി ടീമിന്റെ ഒത്തൊരുമയ്ക്കും തയ്യാറെടുപ്പുകൾക്കുമുള്ള അംഗീകാരമാണിതെന്നും BCCI ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. ഓരോ അംഗത്തിന്റെയും കഠിനാധ്വാനമാണ് ഈ ചരിത്ര വിജയത്തിനു പിന്നിലെന്നും അവർ പറയുന്നുണ്ട്. 2024-ൽ നടന്ന മത്സരത്തിൽ BCCI ഇന്ത്യൻ ടീമിന് 125 കോടി രൂപയായിരുന്നു പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. ഇത്തവണ 6 കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ന്യൂസിലാൻഡിനെ 96 റൺസിനാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.